പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 10-ാം തിരുവചനത്തിലൂടെ ഇങ്ങനെയാണ് തിരുവചനം നമ്മളോട് സംസാരിക്കുക. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദുഃഖം 2 തരത്തിലുണ്ട്: ദൈവഹിതപ്രകാരമുള്ള ദുഃഖവും ലൗകികമായ ദുഃഖവും. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പിൽ പാപങ്ങൾ ചെയ്തു പോയി, വീഴ്ച പറ്റിപ്പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് അനുതാപത്തോടെ ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുവാൻ ഓടിയണയുന്ന ദുഃഖം, അതാണ് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. എന്നാൽ ലൗകികമായ ദുഃഖത്തിൽ ഒരു വ്യക്തി ദൈവത്തിൻ്റെ കരുണയ്ക്കായി ആഗ്രഹിക്കാതെ, കർത്താവിന് പോലും എന്നെ ഈ പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കില്ല എന്ന മിഥ്യാധാരണയിൽ ദൈവത്തെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് സ്വയം ദുഃഖിക്കുന്ന, നിരാശയിൽ ജീവിക്കുന്ന അവസ്ഥയാണ് ലൗകികമായ ദുഃഖം. ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവഹിതപ്രകാരമുള്ള ദുഃഖം നമ്മളിലുണ്ടെങ്കിൽ അതിനെ പ്രതി നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അനുതാപത്തോടുകൂടെ, പശ്ചാത്താപത്തോടുകൂടെ ഈശോയുടെ അടുക്കലേക്ക്, അവിടുത്തെ സ്നേഹത്തിലേക്ക് തിരികെ നടക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈശോ നമുക്ക് തരിക. കാരണം പാപികളെ തേടി വന്ന ആ നാഥൻ്റെ അരികിലേക്ക് നമുക്ക് നടന്നെടുക്കുവാൻ സാധിക്കണം. ഇന്ന് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിനെ പ്രതി ഭാരപ്പെടാതെ ഈശോയുടെ സ്നേഹത്തിലേക്ക് തിരികെ എത്തുവാനായിട്ടുള്ള ആ മനസ്സ് നമ്മളിലും രൂപപ്പെടുവാനായി പ്രാർത്ഥിക്കാം. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ഈശോയുടെ പരിശുദ്ധാത്മാവ് നിറയപ്പെടട്ടെ. അവരിൽ കർത്താവിൻ്റെ സമർത്ഥമായ അനുഗ്രഹവും കൃപയും വർഷിക്കപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.